നല്ല കിടിലൻ ട്രെയിലർ കേട്ടാ, നല്ല ക്വാളിറ്റി സാധനം. കഴിഞ്ഞ കങ്കുയുടെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിവയിലും DSPയിലും ഒരു വിശ്വാസവും ഇല്ല എന്ന്. പക്ഷേ അത് തിരുത്തി പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശിവയുടെ കയ്യിൽ നിന്ന് ഇത്രയും ഒരു ക്വാളിറ്റി സാധനം ഞാൻ പ്രതീക്ഷിച്ചില്ല. BGM ആയിരുന്നു പേടി, പക്ഷേ ഈ ഒരു ട്രെയിലറായിട്ട് കുഴപ്പം തോന്നിയില്ല. പിന്നെ കാർത്തി ഏകദേശം കൺഫേം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പിക്കുന്ന രീതിയിൽ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് ഒരു എൻട്രി കാണിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നുന്നത് അത് കാർത്തി ആണെന്നാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെയിലറിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം കങ്കുവയുടെ മീനിങ് ആണ്. കങ്കു ആ ഒരു വേർഡിന്റെ മീനിങ് ദ മാൻ വിത്ത് പവർ ഓഫ് ഫയർ എന്നാണ്. ഈ ഒരു ട്രെയിലർ ആണെങ്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. മൊത്തം ഫയറിന്റെ ആ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പ്രസന്റിന്റെ ആ ഒരു കാലഘട്ടം നമ്മൾ പോസ്റ്ററിൽ കണ്ടപ്പോൾ അതൊരു നീല ഷെയ്ഡാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ പ്രസന്റിൽ നടക്കുന്നത് ഒന്നും ഈ ഒരു ട്രെയിലറായിട്ട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പാർട്ടിൽ പീരിയോഡിക് പോർഷൻസ് ആണ് കൂടുതൽ, പ്രസന്റ് പോർഷൻ കുറവായിരിക്കും. കാരണം കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് പീരിയോഡിക് പോർഷൻ കുറവും പ്രസന്റ് പോർഷൻ കൂടുതലും എന്നൊക്കെയാണെന്ന്. പീരിയോഡിക് പോർഷൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ട് അവർ പ്രസന്റ് പോർഷൻ കൂടുതൽ കാണിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ അതേ ഈ ഒരു സീൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഇത് കാർത്തി ആണെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ അടുത്ത പാർട്ടിലേക്കുള്ളൊരു വെടിക്കെട്ട് സീനായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഫേസ് ഓഫ് സീൻ കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഒരു സ്റ്റോറി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് അത് തന്നെയാണ് തോന്നുന്നത്. അതിൽ പറയാത്തൊരു കാര്യം ബ്രിട്ടീഷുകാരുടെ കാര്യമാണ്. ഈ ഒരു ട്രെയിലറിലായിട്ട് ഒരു ബ്രിട്ടീഷുകാരനെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ 3 ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് പടത്തിൽ കാണും എന്നെനിക്ക് തോന്നുന്നത്. സൂര്യയുടേത്, പിന്നെ ബോബി ഡിലിന്റെ, പിന്നെ വേറൊരെണ്ണം. കാരണം 3 ട്രൈബൽ ഗ്രൂപ്പ്സിനും 3 ഡിഫറെൻറ്റ് മാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപക്ഷെ ആ ഒരു കാട്ടിൽ കങ്കുവ ട്രൈബൽ ഗ്രൂപ്പും പിന്നെ വേറെ ഗ്രൂപ്പും ആയിട്ടുള്ള വഴക്കായിരിക്കും തുടക്കമൊക്കെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് ഇങ്ങോട്ട്, അതായത് കങ്കുവയുടെ കാട്ടിലോട്ട് കയറണമെങ്കിൽ കങ്കുവയെ കൊല്ലേണ്ടി വരും. അതിനുവേണ്ടി വേറൊരു ട്രൈബൽ ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതായിരിക്കും ബോബി ഡ്യൂളിന്റെ വില്ലൻ കഥാപാത്രം. കാരണം അവരൊരു കപ്പൽ കയറി വരുന്നതായിട്ട് ഈ ഒരു ട്രെയിലറിലും പിന്നെ പണ്ടിറങ്ങിയ സിസിൽ ടീസറിലും കാണിക്കുന്നുണ്ട്. മേ ബി അത് കഴിഞ്ഞുള്ള ഫൈറ്റ് ആയിരിക്കാം പടത്തിൽ കാണിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഒരു വൺ ലൈൻ സ്റ്റോറി പോകുന്നത്. പിന്നെ സൂര്യയുടെ ബോഡിയിലുള്ള സ്കാസ് സൂചിപ്പിക്കുന്നത് അത്ര ക്രൂരനായിട്ടുള്ള ആൾ തന്നെയാണ് സൂര്യൻ എന്നൊക്കെ തന്നെയാണ്. കാരണം അദ്ദേഹത്തെ ഓരോ സ്കാറും ഓരോ കില്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്രൊക്കഡൈൽ സ്കാസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ കുറേ പേര് ഇത് കറക്റ്റ് വൈക്കിങ്സ് പോലെ ആണെന്നൊക്കെ കുറേ പറയുന്നുണ്ടായിരുന്നു. ഇത് വൈക്കിങ്സ് ആയിട്ടുള്ള ചിലപ്പോൾ സാമ്യം വരുമായിരിക്കും. കാരണം ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ കഥയാണല്ലോ പറയുന്നത്. വൈക്കിങ്സിനെക്കാട്ടി മുമ്പ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് കങ്കുവ. അത് നമുക്ക് ആ ഒരു ഭാഷയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ബോബി ഡ്യൂളിന്റെ ക്യാരക്ടറും സെറ്റാണ്. വില്ലൻ നല്ല കൊടൂര വില്ലൻ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്? ഒന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.